ഏറ്റവും ബഹുമാനപ്പെട്ട കാസ ബിബ്ലിയ കുടുംബാംഗങ്ങളെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരം ഒരു ആഹ്വാനം കർത്താവ് നമുക്കെല്ലാവർക്കും നൽകുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മഹാനായ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയുടെ വിഖ്യാതമായിട്ടുള്ള ഒരു കഥയുണ്ട്. നമ്മൾ മേൽപ്പറഞ്ഞ ദൗത്യം ഏറ്റെടുത്ത ഒരു ബിഷപ്പും അനുയായികളും കപ്പലിൽ യാത്ര നടത്തി വിവിധ ദ്വീപുകളിൽ ചെന്ന് സുവിശേഷ പ്രഘോഷണം നടത്തി വരികയായിരുന്നു. അങ്ങനെയിരിക്കെ കപ്പൽ കാറ്റിലും കോളിലും പെട്ട് ഒരു ദ്വീപിൽ ചെന്നടിയുന്നു. തുടർന്ന് യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് അവർക്ക് ആ ദ്വീപിൽ തങ്ങേണ്ടി വന്നു. എന്നാൽ സമയം കളയേണ്ടതില്ല. ഈ ദ്വീപിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സുവിശേഷം പ്രഘോഷിക്കാമെന്ന് കരുതി അവർ ആ ദ്വീപിൽ അരിച്ചുപെറുക്കി. ഒടുവിൽ അവിടെ താമസിച്ചിരുന്ന ഏക താമസക്കാരായിട്ടുള്ള 3 സന്യാസികളെ അവർ കണ്ടെത്തി. അവരോട് സുവിശേഷം പ്രഘോഷിക്കാം എന്ന് കരുതി അവരോടൊപ്പം ചേർന്നു. അവർ പ്രാർത്ഥിക്കുന്നത് അവരെ വല്ലാതെ സ്വാധീനിച്ചു. അവർ പ്രാർത്ഥിച്ചിരുന്നത് പ്രകാരമാണ്: We 3, thy 3, have mercy on us. ഞങ്ങൾ 3 പേർ, നിങ്ങൾ 3 പേർ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. ബിഷപ്പ് അവരോട് പറഞ്ഞു, ഇപ്രകാരമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. നിരക്ഷരരായിരുന്ന ആ സന്യാസികൾ വളരെ ആയാസപ്പെട്ട് അവർ ഫാദർ ഇൻ ഹെവൻ, ഹാലോഡ് ബി ദൈ നെയിം എന്ന് തുടങ്ങുന്ന നമ്മളുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിട്ട് പഠിച്ചു. ഒടുവിൽ കാറ്റും കോളും ഒതുങ്ങി അവർക്ക് തിരികെ പോരാൻ സമയമായപ്പോഴേക്കും ആ 3 സന്യാസികളും വളരെ നന്നായി അവർ ഫാദർ ഇൻ ഹെവൻ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ പഠിച്ചിരുന്നു. അവരോട് യാത്ര ചൊല്ലി ബിഷപ്പും അനുയായികളും കപ്പലിൽ അവിടെ നിന്ന് യാത്ര തിരിച്ചു. രാത്രി വൈകി കടലിലൂടെ അവർ യാത്ര ചെയ്തു പോരവേ അവരുടെ കപ്പലിനെ ലക്ഷ്യമാക്കി എന്തോ ഒരു പ്രകാശം ഓടി വരുന്നത് പോലെ അവർക്ക് തോന്നി. ഇനി വല്ല കടൽക്കൊള്ളക്കാരോ മറ്റോ ആണോ എന്ന് കരുതി അവർ വല്ലാതെ ആശങ്കപ്പെട്ടു. അടുത്തെത്തിയപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് അവർ ആ ദ്വീപിലുണ്ടായിരുന്ന 3 സന്യാസിമാരാണ് ഓടി വരുന്നത്. അതിനേക്കാൾ കൂടുതൽ അവരെ അത്ഭുതപ്പെടുത്തിയത് അവർ വെള്ളത്തിനു മീതെ ഓടി വരികയാണ്. അവർ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നില്ല. അവരോടിയെത്തി കപ്പലിൽ കയറി ബിഷപ്പിനോട് യാചിച്ചു, തിരുമേനി, അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ മറന്നുപോയി. ഒരിക്കൽ കൂടി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ ആ ബിഷപ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചുപോയി നിങ്ങൾ നേരത്തെ തന്നെ പ്രാർത്ഥിച്ചിരുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥന വെറും ഒരു ആചാരം പോലെ അനുഷ്ഠിക്കാറുണ്ട്. ഹൃദയത്തിൽ ഉൾക്കൊള്ളാതെയുള്ള പ്രാർത്ഥന ഒരുപക്ഷെ നിരർത്ഥകമായി പോകും. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രാർത്ഥനയിൽ കൂടുതൽ ഊർജ്ജസ്വലരാകുവാനും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാനും നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.